പൊതുദർശനം നടന്ന ടൗൺ ഹാളിൽ പ്രിയപ്പെട്ട ശ്രീനിയെ അവസാനമായി കാണാൻ സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ആരാധകരുടെയും നീണ്ട നിരയായിരുന്നു. ഒരു കാലഘട്ടത്തെ, ഒരു തലമുറയെ ചലച്ചിത്ര ഭാഷയിൽ അടയാളപ്പെടുത്തിയ പ്രതിഭയ്ക്ക് മലയാളത്തിന്റെ ആദരാഞ്ജലി. സിനിമാ ലോകത്തെ പ്രമുഖർ ശ്രീനിവാസനെ അനുസ്മരിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെ കൊച്ചി ടൗൺ ഹാളിൽ പൊതുദർശനം. ശ്രീനിവാസന് ആദരാഞ്ജലി അർപ്പിക്കാൻ തലമുറ ഭേദമന്യേ സിനിമാ പ്രവർത്തകർ. അടുത്ത സുഹൃത്തിന്റെ വിയോഗം ഞെട്ടിച്ചെന്നും മികച്ച നടനെയാണ് നഷ്ടമായതെന്നും രജനീകാന്ത്. 1977 മദ്രാസ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശ്രീനിവാസന്റെ സഹപാഠിയായിരുന്നു രജനീകാന്ത്. It is shocking to know that my good friend Srinivasan is no more. He was my classmate in Film Institute, excellent actor and a very good human being. Let his soul rest in peace. 43 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും ചെറിയ നീരസം പോലും ഇല്ലാത്ത സുഹൃത്തായിരുന്നു ശ്രീനിവാസനെന്ന് നടനും MLA-യുമായ M. മുകേഷ്. എല്ലാം വെട്ടിത്തുറന്നു പറയുന്ന സ്വഭാവക്കാരനായിരുന്നു ശ്രീനിയെന്നും മുകേഷ്. ഒരു 43 കൊല്ലത്തെ ദൃഢമായ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവം വെച്ചുകൊണ്ട് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നേച്ചറായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു സാഹചര്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിങ്ങനെ ഒരു സാഹചര്യമായി പോയി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ കാര്യം. ചിരിപ്പിച്ചതിനും ചിന്തിപ്പിച്ചതിനും നന്ദിയെന്ന് നടൻ പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ശ്രീനിവാസനുമായി കോളേജ് കാലം തൊട്ടുള്ള സൗഹൃദമെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച നടനാണ് ശ്രീനിവാസനെന്നും 1968 മുതൽ ശ്രീനിവാസനുമായുള്ളത് അടുത്ത സ്നേഹബന്ധമെന്നും നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ അനുസ്മരിച്ചു. ശ്രീനിവാസന്റെ അച്ഛനുമായിട്ടുള്ള ബന്ധമായിരുന്നു എനിക്ക് ആദ്യമായി. അദ്ദേഹം ആണ് എന്നോട് ആദ്യമായിട്ട് ശ്രീനിവാസനെ പറ്റി പറയുന്നത്. എൻ്റെ മകൻ ഒരു നല്ല സിനിമ നടനാകും, ഒരു നല്ല എഴുത്തുകാരനാണ്. അന്നൊക്കെ സിനിമയിൽ പ്രവേശിക്കുക എന്നതിന് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അന്ന് ആ രക്ഷിതാവിന്റെ കോൺഫിഡൻസ് ആയിരുന്നു അദ്ദേഹം ശ്രീനിവാസൻ നല്ലൊരു സിനിമ നടനാകുമെന്ന്. അങ്ങനെ ശ്രീനിവാസൻ സിനിമയിൽ വന്ന് ഏറ്റവും നല്ലൊരു പ്രശ്നമായി ജനങ്ങളുടെ ഹൃദയം മുഴുവൻ അദ്ദേഹം കൈയടക്കി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.